മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങാൻ ഇനി മിനിറ്റുകൾ മണിക്കൂറുകൾ മാത്രമാണ്. ഒരുപക്ഷെ ഈ വീഡിയോ ഇട്ടു തീരുന്നതിന് മുമ്പേ ഇറാൻ എന്ന് പറയുന്ന രാജ്യം സമ്പൂർണ്ണമായും ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ട്രംപിൻ്റെ പ്രസ്താവന ഇതാണ്: ഇറാൻ്റെ മുഴുവൻ ജനതയും ഈ രാത്രി തന്നെ 24 മണിക്കൂറിനുള്ളിൽ സമ്പൂർണ്ണമായും ഭൂമുഖത്തു നിന്ന് ഇല്ലാതാവുമെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ കഷ്ടിച്ച മിനിറ്റുകൾക്ക് മുമ്പ് പ്രസ്താവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഏകദേശം 10 ദിവസത്തെ അവധി കൊടുത്തിരുന്നു. ഹോർമൂസ് കടൽ ഇടുക്ക് തുറന്ന് കൊടുക്കാൻ ഇറാനോട് അമേരിക്ക അന്ത്യശാസനം നൽകിയിട്ട് 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ സമയം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നന്നായിട്ട് ഇസ്രായേൽ ആക്രമണം ഇറാനിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ നമ്മുടെ ട്രംപ് ഇങ്ങനൊരു പ്രസ്താവനയായിട്ട് വന്നേക്കുന്നത്. അതായത് 24 മണിക്കൂറിനുള്ളിൽ ഈ രാത്രിയിൽ തന്നെ, ഇപ്പം ഇവിടെ രാത്രിയാണ്, അവിടെ അവരെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ചൊരുക്കി തോക്കും ബോംബും മിസൈലും എടുത്തതേ ഉള്ളൂ. അപ്പോൾ അവരെ പറയുന്നത് ഇതാണ്: ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ എന്ന് പറയുന്ന ഇറാൻ ജനത സമ്പൂർണ്ണമായും ഇല്ലാതാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്: ഹോർമൂസ് കടലിലേക്ക് തുറന്ന് തന്നില്ലെങ്കിൽ സംഭവം നടത്തുമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ, അതുപോലെ തന്നെ മിനിറ്റുകൾക്ക് മുമ്പുള്ള ന്യൂസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ആയുധം അമേരിക്ക ഉപയോഗിച്ചേക്കും എന്നും അഭ്യൂഹം പരന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ജനതയെ മുഴുവൻ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ആണ് അവർ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് റഷ്യയും ചൈനയും ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്നാം ലോക മഹായുദ്ധം ഒരുപക്ഷെ ഈ വീഡിയോ ഇട്ട് തീരുന്നതിന് മുമ്പേ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരങ്ങൾ. അത് എത്രത്തോളം പൂർണ്ണമായിട്ടും സംഭവിക്കുമെന്ന് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം പ്രഖ്യാപിച്ചേക്കുന്നത് ട്രംപാണ്, ഡൊണാൾഡ് ട്രംപാണ്. ഒരെണ്ണം പറഞ്ഞിട്ട് ഡയറക്റ്റ് ഓപ്പോസിറ്റ് കാര്യം അടുത്ത മണിക്കൂർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒന്നും പറയാൻ ഒക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ ട്രംപിൻ്റെ നിലപാടനുസരിച്ച് ഏതാണ്ട് ഇറാൻ ജനത പൂർണ്ണമായിട്ടും ഭൂമുഖത്തു നിന്ന് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ട്രംപ് പ്രസ്താവന ഇറക്കിയേക്കുന്നത്. പക്ഷേ അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ്റെ സഖ്യശക്തികളെന്ന് പറയാവുന്ന റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് നിർണായകമാണ്. എന്തായാലും അവർ വെറുതെ ഇരിക്കില്ലെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മലയാളികളോട്, ഇന്ത്യക്കാരോട്, ലോകത്തെ മുഴുവൻ ജനങ്ങളോടും ഞാൻ ചോദിക്കുന്നത്, ഞാൻ ജീസസ് സംബന്ധിച്ച് ചോദിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങിയ ശേഷം ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ, മാധ്യമപ്രവർത്തകരോ രാഷ്ട്രീയക്കാരോ ആരോ ആയിക്കോട്ടെ, 828 കോടിയോ മറ്റോ ഉണ്ട്, ഈ 828 കോടി ജനങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ യുദ്ധം, ഇറാൻ US യുദ്ധം തുടങ്ങിയതിന് ശേഷം ആയുധ വ്യാപാരികൾ കൊയ്യുന്ന ലാഭം, അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഈ യുദ്ധത്തിലെ അടിച്ചു പൊളിക്കുന്ന ഓരോ മിസൈലിൻ്റെയും പണം നമ്മളെപ്പോലുള്ള മനുഷ്യജീവികൾ, ഈ 828 കോടി ജനങ്ങളും അവരുടെ പണമാണ്, നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പണമാണ്. ഇപ്പോൾ ഇന്ത്യ ഏകദേശം 2.25 ലക്ഷം കോടിയോളം രൂപയാണ് പ്രതിരോധ ചെലവിന് ഉപയോഗിക്കുന്നത്. ഏകദേശം 1.25 ലക്ഷം കോടി രൂപയാണ് ആയുധത്തിന് വേണ്ടി മാത്രം ഓരോ വർഷവും ഉപയോഗിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: കഴിഞ്ഞ വർഷം വാങ്ങിച്ച ആയുധം
നമ്മുടെ ആയുധപ്പുരകളിലില്ലേ? അത് എത്ര ശതമാനം ഉപയോഗിച്ചു ഇന്ത്യ? 24 വാങ്ങിച്ച ആയുധം എന്തിയെ? 23, 22, 21, 22, 19, 18, 17, 16, 15, 14, 13, 12, 11, 10 അത്രയും. ബാക്കിയൊക്കെ തുരുമ്പിച്ചു പോയി കാണും. ഈ 2010 ശേഷമുള്ള ആയുധങ്ങളൊക്കെ തുരുമ്പെടുക്കാതിരിപ്പുണ്ടല്ലോ, അത് വച്ച് യുദ്ധം ചെയ്താൽ പോരെ? ഈ 1.25 ലക്ഷം കോടി രൂപയുടെ ആയുധം മേടിക്കുന്നതിന് പകരം നമ്മൾ മലയാളികൾ 90% കടക്കെണിയിലാണ്. ഓക്കെ, 90% മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. അവരുടെ ആരുടെയെങ്കിലും ഒരാളെ കടം തീർക്കാൻ ഈ 1.25 ലക്ഷം കോടി രൂപയല്ലേ, 1.25 ലക്ഷം രൂപയല്ല, 1.25 ലക്ഷം കോടി രൂപയ്ക്ക് ആയുധം വാങ്ങിക്കുന്നു. അത് ഓരോ വർഷവും 10% വെച്ച് കൂടും. അപ്പോൾ ഏകദേശം ഈ വരുന്ന ഈ സാമ്പത്തിക വർഷം 2026 ഏകദേശം 2 ലക്ഷം കോടി രൂപ ആയുധം വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണ്. പക്ഷേ മുൻവർഷങ്ങളിൽ ഇരിക്കുന്ന ആയുധങ്ങളുണ്ട്, അതൊക്കെ വച്ച് യുദ്ധം ചെയ്താൽ പോരെ നമുക്ക്? എന്തുകൊണ്ട് മലയാളികളും ഇന്ത്യക്കാരും ലോകത്തുള്ളവരും ഈ ആയുധത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട് 275 ലക്ഷം കോടി രൂപയാണ് ഓരോ വർഷവും നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് അതെടുത്ത് ചിലവാക്കുന്നത്. അപ്പോൾ അത് തൽക്കാലം ഒരു വർഷത്തേക്ക് ഈ ആയുധങ്ങൾ വാങ്ങിക്കാതിരുന്നാൽ ഏകദേശം 1.25 ലക്ഷം കോടി രൂപ ലാഭിക്കാം. പട്ടാള ചെലവ് മറ്റ് ചിലവിലൊക്കെ കൊടുത്തോളൂ, പട്ടാളക്കാർക്ക് ശമ്പളവും ആഹാരവും അതും ഇതൊക്കെ കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ആയുധം ഒന്ന് ഒരു വർഷത്തേക്ക് ഒന്ന് വാങ്ങിക്കായിരുന്നൂടെ? അത് ഈ നമ്മൾ മലയാളികൾ 90% പേരും കടക്കെണിയിലാണ്. അവരുടെ കടം തീർക്കാൻ ആ പണം ഉപയോഗിച്ചൂടെ? എത്രയോ പേർക്ക് വീടില്ല, അവരല്ലോ ഒരു 10-100 പേർക്കെങ്കിലും വീട് വെച്ച് കൊടുത്തൂടെ? ആഹാരമില്ലാതെ എത്രയോ പേര് അലയുന്നു, അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തൂടെ? ആയുധം വാങ്ങേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒറ്റ ചോദ്യം, ഈ മുൻവർഷങ്ങളിൽ ആയുധങ്ങൾ എന്ത് വെച്ചൊക്കെയാണ്? അത് കൊണ്ടുപോയി വല്ലയിടത്തും പണയം വെച്ചോ? പണയം വെച്ചോ, അല്ലെങ്കിൽ തുരുമ്പിച്ചു പോയോ? നമ്മുടെ കാശാണത്. ഓക്കെ, ഈ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, നിരവധി ചോദ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇത് ഏകദേശം 50 മണിക്കൂർ കൃത്യമായിട്ട് പറഞ്ഞാൽ മലയാളികൾക്ക് ഒരാൾക്ക് പോലും അറിയാത്ത വിഷയങ്ങൾ മാത്രം 50 മണിക്കൂർ ഞാൻ സംസാരിക്കാം. ഇപ്പം നിങ്ങൾക്ക് സമയമില്ല, ശരി, പക്ഷേ ഒരു കൂട്ടർക്ക് സമയം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഹോട്ടൽ വ്യവസായമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഒരു പകുതിയോളം ആൾക്കാർക്ക് സമയം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കാനും പറയാനും ചർച്ച ചെയ്യാനും ഒക്കെ ഈ ഹോട്ടൽ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ സമയം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതിനുള്ള സമയം വരുന്നുണ്ട്. ഓക്കെ, ഞാനത് കാത്തിരിക്കുകയാണ്. എൻ്റെ ആശയങ്ങൾ, എൻ്റെ ചോദ്യങ്ങൾ, നിങ്ങൾക്കറിയാത്ത വിഷയങ്ങൾ മാത്രം 50 മണിക്കൂർ ഞാൻ സംസാരിക്കാം. നിങ്ങളെല്ലാവരും അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അതിനുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇവിടുന്ന് വാചകടിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യങ്ങളും ആശയങ്ങളും എന്തായാലും വ്യത്യസ്തമായിരിക്കും, ഉറപ്പാണ്. ഞാൻ വെള്ളം അടിച്ചിട്ടൊന്നുമല്ല പറയുന്നത്, സംസാരിക്കുന്നത്. കഞ്ചാവും അടിച്ചിട്ടില്ല. ഞാൻ ലഹരി പദാർത്ഥങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. ഈ ഊർജം വരുന്നത്, ഈ ആത്മീയ ഊർജം വരുന്നത് ഈശ്വരൻ നൽകുന്ന ആത്മീയ ഊർജമാണ്. ഓക്കെ, അപ്പോൾ വേറിട്ട ശബ്ദമാണ്
വേറിട്ട ചോദ്യം, കേരളത്തിലെ ഒരാൾ പോലും ചോദിക്കാത്ത ചോദ്യം, കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനും ചോദിക്കാത്ത ചോദ്യം ആണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ 50 മണിക്കൂർ ഞാൻ സംസാരിക്കാം. മലയാളികൾക്ക് അറിയാത്ത, മലയാള പത്രപ്രവർത്തകർക്ക് അറിയാത്ത, രാഷ്ട്രീയക്കാർ ഒരക്ഷരവും ഇണ്ടാത്ത വിഷയങ്ങൾ മാത്രം മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടത് മാത്രം 50 മണിക്കൂർ ഞാൻ സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ല, ശരി, പക്ഷേ മലയാളികൾക്ക് സമയം കിട്ടും. എന്തായാലും വ്യത്യസ്തമായ ഒരു ചാനലാണ് ഇത്, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. ഓക്കെ, തൽക്കാലം വിടവാങ്ങുന്നു, വീണ്ടും വരും. പക്ഷെ അന്ന് ഈ പറഞ്ഞ യൂട്യൂബ് ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. കാരണം ആ രീതിയിലൊക്കെ ലോകം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും. ഓക്കെ, എന്തും പ്രതീക്ഷിക്കാവുന്ന നിമിഷങ്ങളെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. പക്ഷെ മലയാളികൾക്ക് അതൊക്കെ അങ്ങനെയുള്ള അവസ്ഥയിലാണോ നമ്മളൊന്നൊക്കെ ഉള്ളത്, അറിയാത്ത ഒരവസ്ഥ ഉണ്ടെന്നുള്ളത് വേറെ കാര്യം. എന്തായാലും അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. നമസ്കാരം, ശുഭദിനം.